റോഡ് അടച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുന്നതിനെതിരെ നടപടിക്കായി സ്ഥിരം സംവിധാനമുണ്ടാകണമെന്ന് ഹൈക്കോടതി. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ പരിപാടിക്കും ശേഷം കോടതിയലക്ഷ്യ നടപടി എടുക്കാനാകില്ല. വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തഫ ചേരുന്നു. മുസ്തഫ, ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിർദ്ദേശം? വിവരങ്ങൾ. തന്നെ തിരുവനന്തപുരം ബാലരാമപുരത്ത് അവിടെ ജംഗ്ഷനിൽ റൂറൽ എസ്റ്റേറ്റ് കൂടി പങ്കെടുത്ത ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പകുതിയോളം ഭാഗം കയ്യേറി സ്റ്റേജ് കെട്ടിയത് ഏറെ വിവാദമാകുകയും അതോടൊപ്പം തന്നെ വലിയ വിശദമായി തന്നെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചത്. കോടതിയുടെ ഒരു നിരീക്ഷണം നേരത്തെ തന്നെ ഈ വഞ്ചിയൂരുള്ള സമരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഹർജി ഡിവിഷൻ ബെഞ്ചിന്റെ വേറൊരു ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കപ്പെടുന്നുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലും സമാനമായ ഒരു ഹർജി വന്നിരിക്കുന്നത്. കോടതി പറയുന്നത് സ്ഥിരമായി ഇതിനൊരു സംവിധാനം ഉണ്ടാകും, അല്ലാതെ ഓരോ പരിപാടി കഴിയുമ്പോഴും അതിൽ കേസെടുത്ത് വിശദീകരണം തേടുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നതിന് പകരം സർക്കാരിന്റെ കൂടി ശ്രദ്ധയോടുകൂടി ഈ കൃത്യമായി തന്നെ ഇങ്ങനെ റോഡ് കയ്യേറുന്ന അതോടൊപ്പം തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഒരു സ്ഥിരം സംവിധാനം വേണം. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് സർക്കാരിനൊരു നിലപാട് അറിയിക്കുക, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ പുതിയ പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ, കർമ്മപരിപാടികൾ ഉണ്ടോ എന്നറിയിക്കുകയായിരിക്കും ചെയ്യുക. അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരം സംവിധാനം ഉണ്ടാകണം എന്നുള്ളൊരു കാര്യത്തിൽ കൂടി സർക്കാർ കൃത്യമായ വിശദീകരണം നൽകും. അതിനനുസരിച്ചായിരിക്കും ഹൈക്കോടതിയുടെ തുടർ നടപടികൾ. ശരി മുസ്തഫ.